സഭയുടെ ചരിത്രം പഠിച്ചാൽ ഐക്യത്തിനുള്ള കാരണങ്ങളാണ് കൂടുതലുള്ളതെന്നും നസ്രാണികൾ ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് 1653 ജനുവരി 3 നടന്ന മാർത്തോമ നസ്രാണികളുടെ സ്ലീവാ സത്യവും അനുബന്ധ സംഭവങ്ങളും അനുസ്മരിച്ച് മട്ടാഞ്ചേരിയിൽ ഓർത്തഡോക്സ് സഭയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നസ്രാണി കൂട്ടായ്മയിൽ അനുഗ്രഹ സന്ദേശവും ശ്ലൈഹിക ആശീർവാദവും നൽകി സംസാരിക്കുകയായിരുന്നു സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപത മെത്രാനുമായ കല്ലറങ്ങാട്ട് പിതാവ്. മാർ സ്ലീവ, മർത്തുമറിയം, മാർ തോമാസ് ലീഹ, സുറിയാനി ആരാധനാക്രമം എന്നിവ നസ്രാണികൾക്ക് പൊതു പൈതൃകമാണെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി തോമസ് വർഗീസ് അമയിൽ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. മാനുഷികമായ ശക്തിയിലല്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ നസ്രാണികൾക്ക് എവിടെയും ജയിക്കാനാകുമെന്ന് വൈദിക ട്രസ്റ്റി സന്ദേശത്തിൽ സൂചിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയന്റെ ആശംസകൾ തീർത്ഥാടന കേന്ദ്രം റെക്ടർ അഭിവന്ദ്യ ബെന്യാമിൻ തോമസ് റമ്പാച്ചൻ അറിയിച്ചു. വിശിഷ്ടാതിഥികൾക്ക് പരിശുദ്ധ പിതാവിന്റെ സോവനീർ സമർപ്പിക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ട പൈതൃകവും പാരമ്പര്യങ്ങളും തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ മാർത്തോമ നസ്രാണി മക്കൾ യോജിച്ചു നിന്ന് പ്രവർത്തിക്കുമെന്ന് പങ്കെടുത്തവർ കൂനൻ കുരിശിൽ തൊട്ട് സത്യം ചെയ്തു. പാലാ രൂപത വികാരി ജനറൽ മലയപ്പറമ്പിൽ ജോസഫ് അച്ഛൻ, പോൾ ജോർജ് അച്ഛൻ, സിറിൽ തോമസ് തയ്യിലച്ഛൻ, കൊഴുപ്പൻകുറ്റി മാണിയച്ഛൻ എന്നീ വൈദികരും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള മാർത്തോമ നസ്രാണികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു.